ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഡാർക്ക് നോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ബഡ് വാർസ് ആണ് കളിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് ബഡ് വാർസ് കളിക്കാം. ബഡ് വാർസ് കളിക്കുമ്പോൾ 3 റിയൂൺ പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, എൻ്റെ അക്കൗണ്ട് സീനാണെന്ന് ചോദിച്ചാൽ അല്ല. സൗണ്ട് മേടിച്ച് ഈ സൗണ്ട് ഇഷ്ടമായിട്ട് മ്യൂസിക് ഒന്ന് ഇടാണ്ട് പ്ലേ ചെയ്യണം. അപ്പം ഗായ്സ്, നമുക്ക് ലേഡർ കിട്ടി. ഭാഗ്യത്തിന് ഒരു ഭാഗ്യമില്ല കേട്ടോ. മാപ്പ് എനിക്ക് തീരെ പിടിക്കുന്നുണ്ട്. പുതിയ മാപ്പൊന്നും ഇറക്കിക്കൂടെ ബഡ് വാർസിന്. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരെ പോടും. അതോ കുറച്ച് ഹാക്കറുകൾ നടക്കുന്നുണ്ട്. 3 പോട്ടെ. ഒരുത്തന്നെ നമുക്ക് നൈസിൽ കൈകാര്യം ചെയ്യാം. അതാ മന്ത് വരുന്നു. ബെഡ് പിടിച്ചു. തീർക്ക് എല്ലാം മന്ദിരം തീർക്കണം. അയ്യോ, പോയി താറ്റിക്ക് പോയി. കുഴപ്പമില്ല, അത് എൻ്റെ ഒരു പാളായിട്ട് കാരണമാണ്. സീനില്ല, നമുക്ക് സെറ്റാക്കാമെന്നില്ല. വലിയ സീനില്ല പറഞ്ഞാൽ സീനില്ല. അത് നമുക്കൊന്നും സീനില്ല. ബെഡൊന്നും അറിയാനാണ് എൻ്റെ കൂട്ടുകാരും മന്ദളൊക്കെ പോകുന്നത്. മന്ദളക്കൊന്നും ഒന്ന് കളിക്കാനറിയില്ല. എല്ലാത്തിനും അണ്ണം വേണം പറഞ്ഞാലും ഞാൻ നിൽക്കണം ഒരു മന്ത്. ഇവ ഹാക്കറാണോ ചോദിച്ചാണെങ്കിൽ ഇവ ഹാക്കർ പറഞ്ഞ മോനെ ഹാക്കറിൻ്റെ മുത്താണ്. ഇവ ഹാക്കറാണോ ചോദിച്ചാൽ ഇവ ഹാക്കറിൻ്റെ മുത്താണ്. അവ അങ്ങനെ കയറിപ്പോട്ടെ. നമ്മുടെ മറ്റാണ്ട് ചെയ്ത് തീർക്കാൻ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഹാർമർ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, നിങ്ങളാരെങ്കിലും ഇത് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ, നമുക്ക് കളിക്കാവുന്നതാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ്, പൊട്ടം തീർത്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ശരിയായില്ലേ. അപ്പോൾ ഗായ്സ്, ഈ മാന്തനെ തീർക്കട്ടോ ഗൈസ്. നമുക്ക് നമ്മൾ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഉടനെ തീർക്കത് അങ്ങനെ അടിച്ചിട്ടാൽ മതി. സിമ്പിളാണ് ഗെയിം. അങ്ങനെ ചാടുക അങ്ങനെ തീർക്കേണ്ട നമ്മൾ നടന്നില്ല. എവിടെ അവ ഇൻവിസിബിൾ അടിച്ചു ഗൈസ്. അപ്പം അതിനായിട്ട് ഇൻവിസിബിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറത്ത് വയ്ക്കുക. തീർത്ത് ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മളെ ലൈഫ് നല്ല കുറവായത് കൊണ്ട് നമ്മൾ നമ്മുടെ ബേസിലേക്ക് പോകണം. അതെ, ഇതൊരു മഞ്ഞപ്പൊട്ടനായിട്ടോ. പൊട്ടനെന്താ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നു. എൻ്റെ ബേസാണോ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിൻ്റെ ബേസ് അല്ലേ? ആണോ അല്ലേ ആയിരിക്കും. പിന്നെ ഗൈസ്, നിങ്ങൾ ലൈഫ് എത്ര കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ 28 ഓരോ പ്ലെയറിനെ തല്ലുമ്പോഴും കിട്ടും എൻ്റെ ലൈഫ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഒരു മന്ത് ഇതാ നിൽക്കുന്നു. ഹലോ ബ്രോ ആദ്യം കൊണ്ട് തോന്നില്ലല്ലേ. അവനെ തീർക്കാനൊക്കെ സിമ്പിൾ. ഇമ്മാതിരി നൂഡോള് ഇങ്ങനെ കളിക്കാൻ വരും. അതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. കണ്ടോ, അപ്പം മോള് കയറും. ഞാൻ എവിടെയെങ്കിലും ലാഗ് അടിച്ചിട്ട് അവിടെ നിന്ന് ചാവും. ഇതാണ് താഴത്തേക്ക് പോണ്. ഇത്രയ്ക്ക് പേടിയാണ് എന്നെ. ഇങ്ങോട്ട് പോയി അതിനാണ് ഈ സാധനം വന്നത്. ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയത്. ഒട്ടും പോയി നമുക്ക് ആ മന്ദിരം പോയി തീർത്തിട്ട് അവനങ്ങനെ താഴത്തേക്ക് പോയിട്ടുണ്ട്. അവൻ താഴ്ത്തുനിന്ന് ചത്തില്ലേ.
അങ്ങനെ അവിടെയും തീർത്തിട്ടുണ്ട്. അങ്ങനെ 3 കില്ലായി. ഇതാ നോക്കണം ഒരു മന്ത് അതോ വരുന്നു. എത്ര എണ്ണ വരുന്നു അണ്ണ സീന. അണ്ണ അല്ലാണ്ട് കളിയൊന്നും നോക്കില്ല. ഇപ്പൊ ഹാക്കറാണ് തീർത്ത്. നീയൊക്കെ ചാവും. നീയൊക്കെ എൻ്റെ അടി കൊണ്ട് തന്നെ ചാവും. ഞാൻ പറഞ്ഞു നീ വെറുതെ എന്തിനും എന്നെ അടുത്ത് കളിക്കാൻ നോക്കിയില്ലേ. ഈ ചാവും പറഞ്ഞാൽ ചാവും. എൻ്റെ റൂം പവർ ഇതാ വേണ്ട. എൻ്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടിക്കാനാ കണ്ടോ. അങ്ങനെ ഹൈറ്റ് ചാടാൻ പറ്റും. അതാണ് ഒരു റൂൺ പവർ. അവിടെ ഒരു പൊട്ടം നിൽക്കുന്നുണ്ട്. ആ മട്ടേനെ പോയി തീർക്കാൻ. കണ്ട നമുക്ക് 2ാം സ്ഥാനം കിട്ടി ഗൈസ്. 1 മട്ട കൊണ്ടേ തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ പവറൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് ആ പവറുകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് സീനാണോ. നിങ്ങൾ ആരെങ്കിലും വീഡിയോസ് കളിക്കുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബിലോ നിങ്ങളുടെ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആക്കാം. എന്നിട്ട് നമുക്ക് ഒപ്പം കളിക്കാം ഗൈസ്. ഗൈസ് നമുക്ക് എൻ്റെ റൂൺ പവർ ഇത്രയാണ്. ഒറ്റ പവർ കൊണ്ടിട്ടുണ്ടെങ്കിൽ 4 പവർ ഹാക്കറായി. അപ്പോൾ ഗൈസ് ഇതിൽ ഹാക്കർ റോൾ എന്നൊക്കെ പറയുന്നത് 4 പവറാണ്. ഇവിടെ ഈ ആകെ അത്ര പവറേ കിട്ടിയുള്ളൂ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് പവർ റോള്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും 4 പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗൈസ് നമുക്ക് ഇന്ന് ലെക്ക് ഉണ്ടോ നോക്കാം. ഇന്നിപ്പോൾ എന്തായാലും ലെക്ക് ഉണ്ടായില്ലേ. ഇന്ന് ലെക്കില്ല. 4 പവർ ഒരു വർഷം കളിച്ചിട്ട് തന്നെയാണ് കിട്ടി. ചക്കയ്ക്ക് റൂൺ ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭാഗ്യമില്ല, ഒരു പവറും കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു മാസ് ഇവൻ്റ് വന്നതാണ്. പിന്നെ എൻ്റെ പൊസിഷൻ നോക്കിച്ചാൽ ഡ്രാഗൺ സ്ലെയറാണ്. ഇതാണ് ഡ്രാഗൺ സ്ലെയർ. നിങ്ങളുടെ പൊസിഷൻ ഏതാന്ന് പറയാതെ. പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. അവൻ വരുമോ. എന്തായാലും നമുക്ക് കളി തുടങ്ങാം. അവൻ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമുക്ക് എന്തായാലും കളി തുടങ്ങാം. നമ്മൾ ഹാക്കറാണോ ഹാക്കറല്ലേന്ന് പറയൂ. എന്തായാലും എനിക്ക് ഉറപ്പാണ് ഞാൻ ഹാക്കറല്ലെന്ന്. പിന്നെ എൻ്റെ പിന്നെ ഇത് നോക്കട്ടെ. ടാലൻറ്റ് ഏകദേശം അര ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ ഗൈസ് നമുക്ക് തീർക്കാൻ. ഇത് മട്ട് പരിപാടി. ഈ മാപ്പ് കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഈ മാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത്തിരി ഉള്ളൂ. അതുകൊണ്ട് ഓരോ ടീമിനും കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്തിരി ഈസിയാണ്. കണോ ഇവിടെ തീർക്കാനേ പാടില്ല. കാരണം എൻ്റെ ടീം ആണോ ഈ 4 പവറും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാക്കർ. അപ്പോൾ ഞാൻ അവനെ അടിച്ചോണ്ടേയിരുന്നു. കാരണം എന്താ ഞാൻ അവനെ അടിച്ചോണ്ടിരുന്നപ്പോൾ അവൻ്റെ ലൈഫ് കുറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാം, അവന് 4 പവറുണ്ട്. പിന്നെ എൻ്റെ ഹാമറൊന്നും സെറ്റ് ആയിരുന്നില്ല. ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം. എൻ്റെ ഒരു ബയ്യ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ബയ്യയും ഞാനും കൂടിയാണ് കളി തുടങ്ങണത്. ബയ്യ എന്ത് ഇവന്മാരാടെ പെണ്ണുങ്ങൾ. ഇവന്മാർ ഇൻവിസിബിൾ അടിച്ചിട്ട് വരും കേട്ടോ. എന്നിട്ട് ബെഡ് പൊട്ടിക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഗെയിം വെറുക്കാനുള്ള കാരണം തന്നെയാണ്. ഇതിനെ കുറച്ച് മുമ്പ് തീർത്താണ് ഞാൻ തീർക്കും. അങ്ങനെ ചറ പറയാതെ വെട്ടിയും കുത്തും. അത്രേനേ ഉള്ളൂ. ഒന്നും പറയാല്ല. സീൻ പിന്നെ അടുത്ത അടിയുണ്ട്. കൈരാളി വരിയല്ലേ. ഇതൊക്കെ കണ്ടോ ഇൻവിസിബിൾ അടിച്ചിട്ട് ചെറിയ പാർട്ടിക്കിൾസേ ഉള്ളൂ. അത് കണ്ട് നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ ബെഡ് ഇപ്പോൾ പൊട്ടും തോന്നുന്നു കിട്ടോ. മറ്റേ സാധനം ഇവിടെ മേടിച്ച് വയ്ക്കാം. മന്ദനല്ല സീനാണ്. അവിടെ നമ്മൾ തീർക്കാണ്ടൊന്നും പോവില്ല. അങ്ങോട്ടൊന്ന് വരട്ടെ. അല്ല അവനൊന്നും ഇങ്ങോട്ട് വന്നേനെ. അവൻ്റെ അമ്മൂമ്മേനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അത് വരുന്നു അടുത്ത മന്ത്. എന്താൾക്ക് ഞങ്ങളുടെ ബെഡ് പൊട്ടിക്കണം. ഇങ്ങനെ ലാഗടിച്ച് കൊല്ലാം. അവന്മാർ ഏതെങ്കിലും മരത്തിൻ്റെ മുക്കിലൊക്കെ പോയിട്ട് ലാഗടിച്ചിട്ട് ചാവൂതാ. ഇപ്പോൾ ഞാൻ അവനെ തീർത്തിട്ടില്ല. ഞാൻ തീർക്കുന്നതിന് മുമ്പ് ഞാൻ ചാവും. ഉറപ്പാണ്. അവൻ്റെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചാവും. ഉറപ്പാണ്. അയ്യോ പോയി. കുഴപ്പമില്ല. നമ്മൾ സാധാരണ നമുക്കിങ്ങനെ ചാവരൽ പതിവാണ്. എന്നാലും ഇതിന് നമ്മുടെ ഡെത്തിൽ കൂട്ടില്ല. അതാണ് ഇതിലൊരു മയം. അതാ പോണു അടുത്ത മന്ത്. ഇതിന് മോളിക്ക് പോയി ഇതാക്കണം.
തീർക്ക് പച്ചമാനെ തീർക്ക് 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 തീർക്ക്. ആ പൊട്ടൂട്ടി 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 തീർന്നു തീർന്നു തീർന്നു. ആ ഈ കളി കത്താണ്. കളിയിൽ എൻ്റെ റാങ്കൊക്കെ 8 നമ്മളെപ്പോൾ കളിച്ചാലും വിക്ടറി. വിക്ടറിയാ. അപ്പോൾ മച്ചാമാരെ ഇനി വേറെ ഗെയിമും കളിക്കണമെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. നമ്മുടെ കളി എങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു സെർവറാട്ടോ. ഈ സെർവറിൽ 16 പേരാണ്. പിന്നെ ഇതാണ് പിന്നെ കുഴപ്പമില്ലാത്ത മാപ്പ് എന്ന് പറയുള്ളത് ഈ മാപ്പാണ്. പിന്നെ ഇതിന് ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ഭംഗിയാട്ടോ. അതായത് സ്കൈ വേൾഡാണ്. അതായത് സ്കൈലാൻഡ്സ് ആയിരിക്കും മൊത്തം. അപ്പം നമ്മൾ ആ സ്കൈലാൻഡ്സിൽ ഓരോരോ ബേസ് ഉണ്ടാവും. ഈ മൊബൈൽ ലെജൻസ് ഒക്കെ കളിച്ചവർക്ക് അറിയാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയുക, ഞാൻ മൊബൈൽ ലെജൻസ് കളിക്കുന്നു ഗൈസ്. ഞാൻ മൊബൈൽ ലെജൻസ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. നിങ്ങളാരെങ്കിലും മൊബൈൽ ലെജൻസ് കളിക്കുന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് നിങ്ങളുടെ ഒപ്പം മൊബൈൽ ലെജൻസ് കളിക്കാം. പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു വലിയ കാര്യമൊന്നും അറിയില്ല. നമ്മൾ അത്രയ്ക്ക് പ്ലെയറൊന്നുമല്ല അതിൽ. ഒരു ബെഡ് പൊട്ടിച്ചു. കളി അത്രയ്ക്ക് സിമ്പിൾ. താഴ്ത്തിക്കാൻ പോയി. അവനെ രക്ഷിക്കാൻ നോക്കിയതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഐ കിൽ യു. എൻ്റെ അപ്പം പറയണ മാതിരി. ഇത് എത്രാമത്തോട്ടെ ഞാൻ ചാവണി. 2ാമത്തെ. ഈ പൊട്ടന്മാരെ തീർക്കും. മന്ത് പരിപാടി കളിക്കാൻ. തീർത്ത ഞാൻ അവനെ തീർത്ത്. അത് ഞാൻ ഒറ്റയ്ക്ക് ചാടിച്ചാട്ടോ. അതെപ്പോഴും ഉണ്ടാവും. അത് ഈ ബെഡ് വേഴ്സ് കളിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ബെഡ് വേഴ്സ് കളിക്കുക തോട്ടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലൊരു ഇവൻ പെണ്ണാച്ച് ഗെയിമറാണ്. ഗെയിമർ തലയിൽ ഇപ്പോഴും അവൻ്റെ പെറ്റിൻ്റെ പവറാണ് ഗൈസ്. അത് ഞാൻ ചാവണ്ട തിരിച്ചിട്ടിയവ ചേർന്ന് തന്നെ. ഞാനല്ല, എൻ്റെ അപ്പുറത്തന്നെ തീർത്ത് തോന്നുന്നു. ഞാനൊക്കെ തീർത്തെന്ന് വെച്ചാൽ അവൻ പിന്നെ അവൻ്റെ അമ്മൂമ്മേനെ ഓർത്തു. അമ്മമാർ തല്ലാണ്. ഗൈസ് ഈ ഗെയിം കളിക്കാൻ കേട്ടോ. നിങ്ങളൊരു മസ്റ്റ് പ്ലെയർ കളിച്ചാൽ നിങ്ങൾ ഈ ഗെയിം കളിക്കണേ. ഇത് കളിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ. ഓടി രക്ഷപ്പെടാനാണോ ബുദ്ധി? ഹലോ ബ്രോ. പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ചെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതൊരു പൊട്ടം വരുന്നു. ഞാൻ ഓടി. ഹലോ ബ്രോ. ഈ സമയത്തൊക്കെയാണ് ഈ ഒരു പവർ യൂസ് ചെയ്യേണ്ടത്. ഈ സാധനം സീനാണ്. നമ്മളിങ്ങനെ ഓടി കളിക്കണം. ബെഡ് പൊട്ടിക്കണം. പിന്നെ ഒരു പ്ലാറ്റ്ഫോമിലാണ് തീയ അടിക്കുക. അങ്ങനെ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അവന്മാർക്ക് അയ്യോ ചേടോ ഏഴാം സ്ഥാനം കിട്ടിയല്ലോ. നമ്മൾ കംബാക്ക് എടുത്തിരിക്കും. ചോദിച്ചു സ്കൂളിൽ പോയിക്ക്. ഗൈസ് നമുക്ക് കംബാക്ക് എടുത്തിരിക്കും. അഭിന്ന് സ്കൂളിൽ പോയിരുന്നു. പോയി. ഗൈസ് നമുക്ക് ആ മട്ടേനെ പോയി തല്ല. മട്ടേനെ കണ്ടിട്ടില്ല. വായി ഉസാരായി. കളി എന്തായാലും പോയി ഉറപ്പതാ. എവിടെ നിന്നൊക്കെയാണ് അടി എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.